ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളിന്ന് കാണുന്നത് ദ ബ്ലെസ്ഡ് ഗേൾ ഡ്രാമയുടെ 30 എപ്പിസോഡാണ്. ഈ ഡ്രാമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡ് കാണാനും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ ലിഷയും അനിയത്തിയും കൂടെ ആ ഒരു മാന്ത്രിക കല്ല് നോക്കി നിൽക്കുമ്പോൾ ലിഷ പറയുന്നുണ്ട്, നമുക്കിത് ആ ഒരു ഇല്യൂഷൻ ലോകത്ത് പോയി ഇതിനകത്ത് എന്താണുള്ളതെന്ന് കാണാമെന്ന്. അപ്പോൾ നമ്മുടെ അനിയത്തിയാണെങ്കിലും പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലിഷ പറയുന്നുണ്ട്, ആ ഒരു ഇല്യൂഷൻ ലോകത്ത് പോയി കഴിഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അവിടെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള ജീവിതത്തിലും മരിച്ചു പോകും. അതുപോലെ എന്തവിടെ സംഭവിക്കുന്നോ അതെല്ലാം നമുക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വരും. അതിന് നീ തയ്യാറാണോന്ന്. അപ്പം നമ്മുടെ അനിയത്തിയാണെങ്കിലും അതിന് സമ്മതമാണെന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ ഒന്നിച്ച് ലിഷയുടെ ഹെൽപ്പോടുകൂടി ഒന്നിച്ച് കൈവച്ച് ആ ഒരു മാന്ത്രിക കല്ലിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്. ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ അനിയത്തിയുടെ ആ ഒരു കല്യാണം ഉറപ്പിക്കുന്ന ആ ഒരു സംഭവമൊക്കെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യാപ്റ്റനുമായിട്ട് അനിയത്തിയുടെ കല്യാണം ഉറപ്പിക്കുന്നത് കാണുന്നതും അവളും കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്യുന്നതും എല്ലാം കാണിക്കുന്നുണ്ട്. അത് കണ്ടത് നമ്മുടെ അനിയത്തി ഇല്യൂഷൻ ലോകത്തുനിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ലിഷയുടെ അടുത്ത് പറയും, ഞാനിന്ന് കൊടുത്ത ആ സത്യം എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്തായാലും അവൻ്റെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയത്തി അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ അവൾ പോകുന്ന വഴിയെല്ലാം അന്ധകാരം കൊണ്ട് നിറയുന്നുണ്ട്. കുറച്ചങ്ങ് ദൂരെ നമ്മുടെ ലിഷ ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും. ലിഷ, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ നിന്നെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലിഷ ഭയങ്കരമായിട്ട് കഴിയും. എന്താ സംഭവം, നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്നുള്ള എല്ലാം കുലുങ്ങുന്നുണ്ട്. ഭൂമി കുലുക്കം പോലെയെല്ലാം സംഭവിച്ച് പല സാധനങ്ങളും അവിടെ നിന്ന് മറിഞ്ഞു വീഴുന്നുണ്ട്. ലിഷ അനിയത്തിയും എങ്ങോട്ടൊന്നില്ലാന്ന് ഓടുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ ക്യാപ്റ്റൻ അവരെ അന്വേഷിച്ചിട്ട് അവളുടെ റൂമിൽ വരുന്നത്. അപ്പോൾ കാണുന്നത് അവർ രണ്ടുപേരും കൂടെ ഇല്യൂഷൻ ലോകത്ത് പോയിരിക്കുന്നതാണ്. ശരിക്കും ആ നടന്നതെല്ലാം ഇല്യൂഷൻ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇവരെന്തായി കാണുന്നതെന്ന് അറിയാൻ വേണ്ടി ക്യാപ്റ്റനും അവരുടെ ഒപ്പം കൈവയ്ക്കുന്നുണ്ട്. ആ സമയം അവൻ കാണുന്നത് നമ്മുടെ അനിയത്തിയുടെ ദേഹത്തോട്ട് വല്ലം മറിഞ്ഞു വീഴാൻ വേണ്ടി നിൽക്കുന്നത്. അവൾ തറയിൽ വീണ് കിടക്കുന്നതാണ്. അപ്പോൾ എന്നെ രക്ഷിക്കുന്നു വിളിക്കും. ക്യാപ്റ്റനും പോയി കൈ കൊടുക്കാൻ നിന്നിട്ട്, നിന്നെ രക്ഷിക്കാൻ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയും. ആ സമയമാണ് മുകളിലുണ്ടായിരുന്ന മേൽക്കൂര അവിടെ ഇട്ട് ഇടിഞ്ഞു വീഴുന്നത്. അത് നമ്മുടെ അനിയത്തിയുടെ ദേഹത്ത് വീണ് അവളിപ്പോൾ മരിക്കും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ആ ഒരു അടി വാങ്ങുകയാണ്. അവൻ്റെ ആണെങ്കിൽ അവിടെ കിടന്നിട്ട് നിനക്കെന്തെങ്കിലും പറ്റുമോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും, പപ്പ നിങ്ങൾ തിരിച്ചു വന്നല്ലേ, എനിക്കറിയാം നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരും എന്ന് പറഞ്ഞ് നമ്മുടെ ലിംഗോ അങ്ങനെ പപ്പേനെ പറ്റി പറയുന്നത് കേട്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ അങ്ങ് തകർന്നു പോകുന്നുണ്ട്. എൻ്റെ ജീവൻ കൊടുത്താണ് ഞാൻ ഇപ്പോൾ രക്ഷിക്കാൻ നോക്കിയത്, എന്നിട്ടും അവൾ അവനെ പറ്റിയുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് എണീക്കാൻ നോക്കുമ്പോൾ ക്യാപ്റ്റൻ എണീക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവൻ്റെ കാലിലാണ് ആ ഒരു മോളിൽ നിന്ന് വീണ ആ ഒരു പീസ് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലിഷ പറഞ്ഞതുപോലെ ഇല്യൂഷനിൽ എന്ത് സംഭവിച്ചാലും അത് സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവൻ്റെ കാലാണെങ്കിൽ അനക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൻ കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ലിഷയും അനിയത്തിയും ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അവരിപ്പോഴും ഇല്യൂഷനിൽ പുറത്ത് വന്നിട്ടില്ല. എന്നിട്ട് ക്യാപ്റ്റനാണെങ്കിൽ ഒരു വലിയ ഡോക്ടറെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ കാല് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ നോക്കിയിട്ട്, ക്യാപ്റ്റൻ, നിങ്ങളുടെ കാലിന് അകത്തോ പുറത്തോ ഒരു പ്രശ്നവും തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ക്യാപ്റ്റൻ പറയും, നിങ്ങൾക്ക് ഈ മാന്ത്രിക കല്ലിനെ പറ്റി വല്ലതും അറിയാമോ, ഇല്യൂഷനെ പറ്റി അറിയാമോ? എന്താ ക്യാപ്റ്റൻ നിങ്ങൾ പറയുന്നത്, ഇതൊക്കെ വെറും അന്ധവിശ്വാസവും കെട്ടുകഥയല്ലേന്ന്. അത് കേൾക്കുന്ന ക്യാപ്റ്റനാണ് പിന്നെ എന്തു പറയാനാ. കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാലിനല്ല കുഴപ്പം, തലയ്ക്കാണ് കുഴപ്പമെന്നുള്ളത്. അപ്പം നമ്മുടെ ക്യാപ്റ്റനും പറയും, ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറയും. ആ ഡോക്ടറാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മളെ ക്യാപ്റ്റൻ ഇപ്പം ശരിക്കും വീൽ ചെയറിലായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലിംഗ്ലോങ് ലിഷയെ സംസാരിക്കുമ്പോൾ ലിഷ പറയുന്നുണ്ട്, ഞാൻ നമ്മുടെ ക്യാപ്റ്റൻ്റെ രക്തം കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ രക്തവും ആ ഒരു താക്കോലും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ നിധി സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം നമുക്ക് തുറന്നു കയറാൻ പറ്റും. ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനകത്തായിരിക്കും ഹീറോയെ അടച്ചു വെച്ചിട്ടുള്ളതെന്ന് കരുതി അവളും അതിനകത്തോട്ട് കയറിപ്പോകുന്നുണ്ട്. പോയി അവിടെ സ്വർണവും രത്നവും ഒക്കെ ഉണ്ടാവും നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവത്തില്ല. ഒരുപാട് റൂമുകളും ഒരുപാട് സ്റ്റെപ്പുകളുമാണ് ഉള്ളത്. ഇതെന്താ ഈ സ്ഥലം, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അങ്ങനെ നടക്കുമായിരിക്കും. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അവളാണെങ്കിൽ ഒരു മെഴുതിരി കത്തിച്ച് നോക്കുമ്പം അതിനകത്തൊരു വിചിത്രമായിട്ടുള്ള ഒരു ഭീകര ജീവിയാണ് അവൾ കാണുന്നത് താഴത്തെ നിലയിൽ.
ഈ മൃഗത്തിൻ്റെ പേരാണ് സോച്ചാങ്. ഈ ഒരു മൃഗം കടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിൻ്റെ ശക്തി കിട്ടും. എല്ലാവർക്കും കിട്ടുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല, എന്നാൽ 100-ൽ ഒരു 10 പേർക്കെങ്കിലും ആ ഒരു ദൈവത്തിൻ്റെ ശക്തി കിട്ടും. അപ്പോൾ ക്യാപ്റ്റൻ ഈ ഒരു മൃഗത്തെ വെച്ചിട്ടാണ് 18 വർഷത്തിന് മുന്നേ ദേവതകളെ എല്ലാം ഉണ്ടാക്കിയതല്ലേ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലിങ് ലോങ്ങിന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ നേരെ നമ്മുടെ ഇൻഷേനെ കാണാൻ പോവുകയാണ്. ആ സമയം അവിടെ ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻഷയുടെ അടുത്ത് പറയും, ഇൻഷ, ഞാൻ നിന്നെ രാജാവായിട്ട് വാഴിക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്, ഞാനത് എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണെന്ന് പറയും. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ ഇൻഷയ്ക്ക് ഇത്രയും ദിവസം പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ എന്താ ഇപ്പം ഇങ്ങനെ പറഞ്ഞെന്നുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് അന്തം വിട്ടിരിക്കുന്നുണ്ട്. ഇൻഷയുടെ അനിയത്തിയാണെങ്കിൽ ക്യാപ്റ്റനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ആ ഒരു കാലിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. എന്നിട്ട് പറയും, നീ ഇത്രയും ദിവസം എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന്. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, എന്നെ അവസ്ഥയിൽ കാണുന്നതിൻ്റെ സഹതാപം കൊണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെ പറയുന്നത്? എനിക്ക് നിന്ന് വേണ്ടത് സഹതാപമല്ല, ശരിക്കും 100% സത്യമായിട്ടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് എപ്പോൾ നിനക്ക് അതിന് പറ്റുമോ അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് അവൾ അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഉറക്കം വരാതെ അങ്ങനെ ബാൽക്കണി നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അവൾക്ക് നമ്മുടെ മെങ്ങിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ മരിച്ചുപോയി, അവൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവനവിടെ ശരിക്കും ഉണ്ടാവും. അപ്പം എനിക്കറിയാം നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു, നീ എന്നെ പറ്റിച്ചല്ലേന്ന്. അപ്പം മെങ്ങ് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ മരിച്ചുപോയ സത്യമാണ്, ഇത് ഞാൻ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവസാനത്തെ എൻ്റെ വാക്കുകളാണെന്ന്. നീ എന്താ ഈ പറയുന്നതെന്ന്? 500 വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ യുവാൻ രാജ്യത്തിൻ്റെ ഒരു രാജാവ് തന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ആ ഒരു അഗ്നിനഗരത്തിനകത്ത് തീക്കകത്ത് ചാടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന കാവൽ ദേവതയും, യഥാർത്ഥത്തിലുള്ള അവസാനത്തെ കാവൽ ദേവതയും, ആ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി കഴുത്തുള്ള മാന്ത്രിക കല്ലും എടുത്തു മാറ്റിയിട്ട് ആ തീയിലോട്ട് ചാടി കൂടെ മരിച്ചത്. അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എന്താ പറയുന്നത്, നമ്മുടെ ഹീറോ എനിക്ക് വേണ്ട അഗ്നിനഗരത്തിലെ തീയിൽ ചാടിയെന്നോ? അതിപ്പോൾ അവനും പറയും, ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന്. നീ എന്തൊക്കെ ഈ പറയുന്നത്? അപ്പം മെങ്ങ് പറയും, എനിക്ക് പറയാനുണ്ടായിരുന്നതും എല്ലാ സംഭവങ്ങളും ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് തീരുമാനിക്കേണ്ടത്? നീയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഏതൊരു സാഹചര്യത്തിലും നിൻ്റെ ഒരു ആവശ്യത്തിന് ഞാനുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് മെങ്ങാണെങ്കിൽ മാഞ്ഞു പോകുന്നുണ്ട്. അത് കാണുന്ന ഹീറോയിനാണെങ്കിലും ഇത്രയും കാലം അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്ന് വിചാരിച്ച് അവൾ ഭയങ്കര സങ്കടത്തിൽ കരയുന്നുണ്ട്. യുവാൻ രാജ്യത്തിൻ്റെ നാട്ടിലെ എല്ലായിടത്തും തന്നെ പടയാളികളാണെങ്കിൽ നാളെ രാവിലെ നമ്മുടെ ദേവത ഇൻഷേനെ രാജാവായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണെന്നുള്ള ന്യൂസ് വരും. ഇത് കേൾക്കുന്ന നമ്മുടെ പപ്പയ്ക്കാണെങ്കിലും എൻ്റെ മോൾ ഒരിക്കലും അതിനെ സമ്മതിക്കത്തില്ല. പിന്നെ ഇവരെങ്ങനെ ഈ ഒരു ന്യൂസ് പരത്താമെന്ന് പറഞ്ഞ് നാളെ രാവിലെ തന്നെ അവളെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് അവൻ രാവിലെ നമ്മുടെ ക്യാപ്റ്റൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ദേവൻ്റെ വീട്ടിൽ വരുമ്പം ഇൻഷയുടെ അനിയത്തിയാണ് പപ്പ കാണുന്നത്. അവർ തമ്മിലിപ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോളെ അന്വേഷിച്ചാണ് വന്നത്, നീ അവളെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അവൾ പുറത്തെങ്ങോട്ടെങ്കിലും പോയി കാണുമെന്ന്. എന്നിട്ട് അനിയത്തി പറയുന്നുണ്ട്, എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാൻ വളർത്തും താല്പര്യമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ ഞാനിതൊക്കെ ചെയ്യുന്നത് കുടുംബത്തിലുണ്ടായിരുന്ന ആ ഒരു വംശം ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇത്തിരി രക്ഷിക്കാൻ പറ്റുന്നത് നമ്മുടെ ക്യാപ്റ്റന് മാത്രമാണ്. അതുകൊണ്ടാണ് എൻ്റെ ചേട്ടൻ രക്ഷപ്പെട്ടിട്ടെ എന്ന് കരുതി ഞാനിതിനൊക്കെ കൂട്ടി നിൽക്കുന്നത്. അല്ലാണ്ട് ഞാൻ ക്യാപ്റ്റനിൽ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിച്ച് സ്വാർത്ഥമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം, പക്ഷേ എനിക്ക് നിങ്ങളോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്, അതൊരിക്കലും മായയില്ല മറയത്തുമില്ല എന്ന്. ഇത് കേൾക്കുന്ന പപ്പയാണെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവസാനം പപ്പ മോളെ കണ്ടുപിടിക്കുന്നുണ്ട്. നീ ഇതെന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാവരും പറയുന്നു നീ നാളെ ഇൻഷേനെ രാജാവായിട്ട് പ്രഖ്യാപിക്കാൻ പോവാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ട്, എൻ്റെ പപ്പ എന്നെ പറ്റി അറിഞ്ഞൂടെ, ഹീറോയുടെ ആ ഒരു സ്ഥാനം ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല എന്ന്. പിന്നെ ഈ നടക്കുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ പപ്പ നിങ്ങളിത് കണ്ടു തന്നെ ആവണമെന്ന് പറഞ്ഞിട്ട് ഇൻഷയുടെ ആ ഒരു റൂമിൻ്റെ താക്കോല് പപ്പയ്ക്ക് കൊടുക്കുന്നുണ്ട്. പപ്പയാണെങ്കിലും അവിടെ പോയി എന്താണ് അവിടെ ഉള്ളതെന്നെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ക്യാപ്റ്റനും ഇൻഷയും കൂടെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ പുറത്ത് നമ്മുടെ പപ്പയാണ് ആ ഒരു മാന്ത്രിക വളയുടെ സഹായത്തോടു കൂടി ആ ഒരു മൃഗത്തെ പുറത്ത് കൊണ്ടുവരികയാണ്. ഇത് കണ്ട ഒരു പട്ടിയെ വാക്കിങ്ങിന് കൊണ്ടുവന്ന പോലെ ഉണ്ടല്ലേ. എല്ലാ ആൾക്കാരും നാട്ടുകാരും എല്ലാം ഇത് കാണുന്നുണ്ട്. നമ്മുടെ ഇൻഷയാണെങ്കിലും അവിടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പ്രകാശം തെളിയുന്നത് കാണുന്നുണ്ട്. ആ ഒരു സ്തൂപത്തിൻ്റെ മുകളിൽ കത്തുന്നതാണ്. അത് നമ്മുടെ ക്യാപ്റ്റനും കാണുന്നുണ്ട്, പല പല പടയാളികളും അത് കാണുന്നുണ്ട്. നാളെയല്ലേ ദേവത രാജാവായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സ്തൂപം കത്തുന്നത്, പിന്നെ എന്ത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ക്യാപ്റ്റനൊക്കെ അവിടെ എത്തുമ്പോൾ കാണുന്നത് അവിടെ ആ സോച്ച എന്ന് പറഞ്ഞ മൃഗത്തിന് ആ ഒരു സ്തൂപത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹീറോയിൻ ഉണ്ടാവും, പപ്പയുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നത് ആ സ്തൂപത്തിൽ തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് ദേവത മാത്രമല്ല ഈ മൃഗത്തിനെ കൊണ്ട് സാധിക്കും. ഇത് ജനങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, ആ ഒരു രാജാവാകണമെങ്കിൽ ദേവത വിചാരിക്കണം എന്നല്ലേ. എന്നാൽ ഇപ്പം മനസ്സിലായി ദേവതയ്ക്ക് മാത്രമല്ല ആ ഒരു സ്തൂപത്തിൽ തിരി തെളിക്കാൻ കഴിയുന്നത്, ഈ മൃഗത്തിനെയും പറ്റും. അതുകൊണ്ട് തന്നെ ദേവത എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല ഇത് തീരുമാനിക്കേണ്ടതെന്നുള്ളത്. നമ്മുടെ പപ്പയാണെങ്കിൽ പപ്പയുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു മാന്ത്രിക വളയുടെ ഹെൽപ്പോടുകൂടി ആ ഒരു മൃഗത്തിന് തീ കത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മൃഗം തീ കത്തിച്ചും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അവിടെ നിന്ന് കാണുന്നുണ്ടായിരിക്കും. ക്യാപ്റ്റൻ്റെ എത്ര വലിയ പ്രതീക്ഷയാണല്ലേ ആ വീഴുന്നത്. ആ മൃഗം മരിച്ചതോടുകൂടി ആ ഒരു സ്തൂപത്തിലെ തിരിയും അണഞ്ഞു. കാരണം അതിൽ നിന്നാണ് ആ ഒരു തിരി തെളിഞ്ഞത് തന്നെ. ആ സമയം നമ്മുടെ പപ്പ പറയുന്നുണ്ട്, ജനങ്ങളെ നിങ്ങളെല്ലാവരും കണ്ടില്ലേ, ഈ ഒരു മൃഗത്തെ കൊണ്ടും ഈ ഒരു തിരി കത്തിക്കാൻ പറ്റും. ഈ ഒരു മോൺസ്റ്ററായ മൃഗമാണ് ഇപ്പം ആ തിരി കത്തിച്ചതെന്ന്. എന്നിട്ട് ജനങ്ങളോടൊപ്പം നിങ്ങൾ എൻ്റെ മോളുടെ ആ ഒരു ദൈവത്തിൻ്റെ രൂപം കണ്ടിട്ടില്ലല്ലോ അല്ലേ എന്ന്. അപ്പോഴേക്കും നമ്മളുടെ ഹീറോയിനാണെങ്കിൽ ആ ഒരു ദേവതയുടെ രൂപം എടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു മൃഗവുമായിട്ട് ഒത്തുപോകുന്ന ഒരു രൂപമാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇവളൊരു മോൺസ്റ്റർ എന്നുള്ള രീതിക്ക് പേടിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു സ്തൂപത്തിലോട്ട് കൈവച്ച് ആ സ്തൂപം തന്നെ ഇടിച്ച് പൊളിച്ച് തകർത്ത് കളയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ക്യാപ്റ്റന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇത്രയും കാലം വെച്ചിരുന്ന രഹസ്യം ഇപ്പം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. ദൈവം എന്ന് പറഞ്ഞ ജനങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ ഒരു മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞ് പേടിച്ചും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിപ്പോകുന്നുണ്ട്. അടുത്ത നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇത്രയും ശക്തി ഒന്നിച്ച് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവളുടെ ബോധം നഷ്ടപ്പെടും. അതിനുശേഷം ഹീറോയിന് ബോധം വരുമ്പോൾ അവിടെ ആരും തന്നെ കാണത്തില്ല, പപ്പ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം പപ്പ പറയും, നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാം ഇവിടെ നടന്നു കഴിഞ്ഞു എന്ന്. ഇനി ഒരിക്കലും രാജാവിൻ്റെ കസേരയ്ക്ക് വേണ്ടി ആരും ദേവതയുടെ ശക്തി എന്ന് പറഞ്ഞ് വരത്തില്ല. കാരണം ഇപ്പം എല്ലാവർക്കും അറിയാം ദേവത എന്ന് പറയണ ഒന്നില്ല എന്ന്. അടുത്ത സീനിൽ വൂവാണെങ്കിൽ അനിയത്തിയെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് പറയും, സ്തൂപത്തിൽ തെളിഞ്ഞ തിരിയാണെങ്കിൽ ഇപ്പം അണിഞ്ഞു പോയെന്ന്. അപ്പം അനിയത്തി പറയുന്നുണ്ട്, ഓ അതോ, നമ്മുടെ ഹീറോയിൻ ആ ഒരു സ്തൂപം തന്നെ പൊളിച്ച് കാണുമെന്ന്. അത് നിനക്കെങ്ങനെ അറിയാം ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറയും, ഇത് ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കിയ ഒരു പ്ലാനാണ്. ഞാൻ, ലിങ് ലോങ്, നമ്മുടെ ലിഷ എല്ലാവരും കൂടെയാണ് ഇത് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ ചെയ്തതെല്ലാം എനിക്ക് എന്നെ വിനയായിട്ട് മാറി. ഇപ്പോൾ പപ്പ എൻ്റെ മുഖത്ത് പോലും നോക്കത്തില്ല, തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ ക്യാപ്റ്റനുമായിട്ട് വേറെ രീതിയിലാണെന്ന് കരുതി. എന്തായാലും നീ ഇനി പേടിക്കണ്ട, നിന്റെ വഴിയിൽ ഒരു തടസ്സമായിട്ട് ഞാനുണ്ടാവത്തില്ല എന്ന് അനിയത്തി പറയും. ഓ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൂവും അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത് എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ കാണാം. ഭയങ്കര വലിയ ഡ്രാമയായിട്ട് പോകുന്നല്ലേ. ഞാൻ മേഖലതാക്കാൻ നോക്കിയിട്ടും സാധിക്കുന്നില്ല. ഇനി ഞാൻ 1-2 എപ്പിസോഡ് ഒന്നിച്ച് ചെയ്യാനാണ് ഇരിക്കുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.